ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റുകളിൽ ഒന്നായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്താണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പ്രസൻറ്റേഷനിൽ അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചാർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് അതിനെ സ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ബേസിക് കൺസെപ്റ്റുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമുക്കിത് ചാർട്ടിൽ ഏത് ഭാഗത്തായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇത് യൂഷ്വലി ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ട്രെൻഡിൻ്റെ, അത് ഡൗൺവേർഡ് ആണെങ്കിൽ ആ ഡൗൺവേർഡ് ട്രെൻഡിൻ്റെ ബോട്ടത്തിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡിനാണെങ്കിൽ അതിൻ്റെ ടോപ്പിലായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പോയിൻ്റ് ഇമ്പോർട്ടൻസ് ആണ്. ഒരു പ്രധാനപ്പെട്ട ലെവലിനെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഒരു പ്രൈസ് ഇങ്ങനെ കയറിയാൽ മാത്രം പോരാ, അത് അങ്ങനെ കയറുന്ന പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. കയറുകയോ അല്ലെങ്കിൽ താഴേക്ക് വരികയോ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലെവലിനെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അടുത്ത ഒരു കൺസെപ്റ്റിൽ ഇതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് വൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ, എന്തുകൊണ്ട് ഇത് ഫോം ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സിമ്പിളാണ്. മാർക്കറ്റിൽ എപ്പോഴും ലിക്വിഡിറ്റി വേണം ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്. കാരണം അവർ വലിയ മണിയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്, അല്ലേ? ചെറിയ എമൗണ്ടിനല്ല, വലിയ എമൗണ്ടിനാണ്. അപ്പോൾ അത്രയും ബൾക്ക് എമൗണ്ട് അവർക്ക് വാങ്ങണമെങ്കിൽ അവർ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കുറേ ആളുകൾ വിൽക്കാനുണ്ടാവണം. അപ്പോൾ അവർ പ്രൈസ് ഈ ഒരു സോണിൽ നിന്ന് ഈ ഒരു സോണിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇവിടുന്ന് അവർക്ക് വാങ്ങണമെങ്കിൽ ഇവരാരെടുത്തുനിന്ന് വാങ്ങും? എല്ലാവരും ഇവിടെ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ മാർക്കറ്റിൽ അവരുദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും? അവർക്ക് ഇവിടുന്ന് ലിക്വിഡിറ്റി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെങ്ങോട്ടാണ് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറേ ആളുകൾ അവർക്ക് നിർത്തിയാലേ, ഇവിടെ കുറേ ആളുകളെ റീറ്റെയിലേഴ്സിനെ പോലുള്ള കുറേ ആളുകൾ സെൽ സൈഡിൽ നിർത്തിയാലേ അവർക്ക് ഇവിടുന്ന് ബൈ ചെയ്ത്, അത് ബി ആണ്, ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് കുറേ ആളുകളെ ചാർട്ടൊക്കെ വെച്ച് പഠിക്കുന്ന, ചാർട്ടിൽ ഇന്ന പോലെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ സോ കോൾഡ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അവരെ കബളിപ്പിച്ചുകൊണ്ട്, ആക്ച്വലി അവർ ഏത് ഡയറക്ഷനിലാണോ നിൽക്കേണ്ടത് ആ ഡയറക്ഷനിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആളുകൾ നിർത്തി അവർ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഈ കുറേ ആളുകൾ ഇവിടെ സെല്ല് ചെയ്യുന്നു, റീറ്റെയിലേഴ്സൊക്കെ അപ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്ത് കൊണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ആക്ച്വലി അവരുടെ ഡയറക്ഷൻ എന്താണോ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ കുറച്ച് ഫണ്ടൊക്കെ ഡംപ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നിർത്തുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവർ മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് ഫണ്ട്, അത് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ ഡംപ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റിനെ ചലിപ്പിച്ചുകൊണ്ട് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റിയാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം എങ്ങനെ നമുക്കിതിനെ സ്പോട്ട് ചെയ്യാം എന്നുള്ളത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അത് കാണിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അത് ചാർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരാം. നമുക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ബേസിക്കലി ആദ്യം ഒരു സപ്പോർട്ട്, ഇതൊരു സപ്പോർട്ടാണ് അപ്പോൾ ഈ വരച്ചുള്ളത്. ഇപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു പ്രൈസ്, അതിനുശേഷം അത് മുകളിലേക്ക് തിരിച്ച് കയറിക്കഴിഞ്ഞാൽ അത് ഇതിനെ സ്പോട്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇത് നമ്മളിപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ കാര്യത്തിന് പകരം റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വരയ്ക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആണെന്ന് കരുതുക, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. പ്രൈസ് ഇവിടുത്തെ അങ്ങനെ കയറി തുടങ്ങുന്നു, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു, അതിന് ശേഷം അത് ഫാൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിൽസിനെ സ്പോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇത് മാർക്കറ്റ് സഡൻ ആയിട്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലെവലുണ്ട്, ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു സഡൻ റിവേഴ്സൽ സംഭവിക്കുന്നു ബ്രേക്ക് ഔട്ടിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാളിൻ്റെ, ഈ ഒരു റാലി, ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രൊസീഡിങ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിലുള്ള ലാസ്റ്റ് ക്യാൻഡിലിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്ന രീതിയിൽ സ്പോട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതല്ലെങ്കിൽ എൻ്റയർ കുറേ ഒറ്റ സിംഗിൾ ക്യാൻഡിൽ അല്ലാതെ തന്നെ കുറച്ചധികം ക്യാൻഡിലുകൾ ചേർന്നിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ഈ പറഞ്ഞൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ആവണമെന്നില്ല,
ഒരു സെറ്റ് ഓഫ് ക്യാൻഡിലുകളും ആവാം. അപ്പോൾ ഇത്രയും ബേസിക് കൺസെപ്റ്റുകൾ കൂടാതെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏത് രീതിയിലുള്ള ഷേപ്പിലും ആവാമെന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് മാറുബോസും ആയിരിക്കാം. ചിലപ്പോൾ ഒരു പ്രൈസ് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് അതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹാമറായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ടൈപ്പിലുള്ള അതായിരിക്കാം. അപ്പോൾ അങ്ങനെ എനി ടൈപ്പും ആവാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആയാലേ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലാവൂ എന്നൊന്നുമില്ല. ഒരു സിംഗിൾ ക്യാൻഡിലിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനലിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊന്ന് പറയുന്നു. നമ്മുടെ സൈക്കോളജി പ്രോഗ്രാമിനെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ചാപ്റ്ററായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് നേരിട്ട് നമ്മൾ പറയുന്ന ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഈ ട്രേഡിങ്ങിൽ ബിഹേവിയറും അതേപോലെ തന്നെ നിങ്ങളുടെ തോട്ടും ഫീലിങ്സും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ടൊക്കെ നല്ല പരിചയമുണ്ട്, പക്ഷേ നിങ്ങളുടെ ട്രേഡിംഗ് ബിഹേവിയർ നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു എന്നുള്ള അതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കൗൺസിലിങ്ങിലുള്ള എൻ്റെ പരിചയവും ബിസിനസ് കൺസൾട്ട് ചെയ്തതിലുള്ള പരിചയവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരേ സമയം ഒരു ബിസിനസ്സാണ്, അതേസമയം അതൊരു പേഴ്സണൽ സൈക്കോളജി ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നൊരു സ്കില്ലുമാണ്, മെൻ്റൽ സ്കില്ലും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിലും വേണം നമ്മൾ യഥാർത്ഥത്തിൽ റിപ്പയറിങ് നടക്കേണ്ടത്. അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, ആക്ഷൻ ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, എന്നിട്ട് അതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നോട്ട് പോയി വ്യത്യാസങ്ങൾ വരുത്തി അവിടെ ഒരു വിജയകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ബിസിനസ്സൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ. അതേ രീതിയിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ്സായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേസമയം സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും പരിഹരിക്കാനുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകളും സൈക്കോമെട്രിക് ടെസ്റ്റുകളും നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് ഏതാണ്, ഏത് ടൈപ്പ് സ്ട്രാറ്റജികളാണ് നിങ്ങൾക്ക് സൂട്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ മാത്തമാറ്റിക്കൽ പെർസെപ്ഷനുകൾ കൊണ്ടുപോകണമെന്ന്, അതുകൊണ്ട് അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കൺക്ലൂഷനിലെത്തി അങ്ങനെ ഒരു എൻറ്റയർ 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വിശദ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ ടെലഗ്രാം ID കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയാണത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ആ കൺസെപ്റ്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് എത്തി നിൽക്കുന്ന ലെവലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു മിനിറ്റ്, ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 മിനിറ്റ് ക്യാൻഡിലാണത്. ഇവിടെ കുറച്ചധികം ക്യാൻഡിലുകൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മളൊരു സപ്പോർട്ടായിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു റാലി കഴിഞ്ഞു, റാലിയുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ മുകളിലാണ് ഇത് സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു റാലിയുടെ മുകൾ ഭാഗത്തെത്തി അവിടുന്ന് കുറച്ചധികം തവണയായിട്ട് ഇത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റെസിസ്റ്റൻസിനെ കവർ ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് കയറി, പക്ഷേ അത് കയറിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് തിരിച്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് നടന്ന ഏരിയയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ എടുത്താൽ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ക്യാൻഡിൽ. പക്ഷേ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഏരിയയെ ഈ ഒരു ലെവലിനെ ഒന്നിച്ച് ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇത്രയും ഇത്രയും ക്യാൻഡിലുകൾ, ഈ ഒരു ക്യാൻഡിലുകളെല്ലാം കൂടെ വരുന്നതാണ് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടെ ശരിക്കും അവർ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്തത്. കുറേ ആളുകൾ ഇവിടെ നിന്ന് ബൈ സൈഡിൽ നിർത്തിയിട്ട് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫാളിന് എത്രമാത്രം പോകുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ സ്ട്രോങ് ആയിരുന്നോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിൻ്റെ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെവലിന് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ ലെവലിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഈ ലെവലിൽ താഴേക്ക് ഇറങ്ങുന്നതോടുകൂടി നമ്മളിതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലാണ് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ആക്ഷൻ എടുക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയാം ഞാൻ.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ ഇനി ഭാവിയിൽ പ്രൈസ് ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഈ ഭാഗം ഈ ഏരിയ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ഇത് താഴേക്ക് ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് താഴെ ഭാഗത്തും ഇവിടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് കൺസിഡർ ഇല്ലേ. പ്രൈസ് ഒരു തവണ ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 തവണ ടച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു ലെവലാണ്. അപ്പോൾ ഈ ലെവലിൻ്റെ താഴേക്ക് പ്രൈസ് ക്രോസ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഫാള് ചെയ്യാൻ കാരണമായ ഈ ക്യാൻഡിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്യാൻഡിൽ മുതൽ ഇവിടെ വരെയുള്ള ഭാഗങ്ങൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇനി പ്രൈസ് എത്തുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ അത് ഈ സോണിനെ അത് റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെയും സമാനമായിട്ട് ഇവിടുന്ന് പ്രൈസ് കയറിയിട്ട് ഇതൊരു അപ്പ് റാലിയാണ് അല്ലേ. ആ അപ്പ് ട്രെൻഡിൻ്റെ മുകളിലായിട്ട് ഇവിടെ പലതവണ പ്രൈസ് സപ്പോർട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതത്ര സ്ട്രെങ്ത് ഉള്ളൊരു മൂവ്മെൻ്റ് അല്ല, എന്നാലും നമുക്കിതിനെ ഇവിടെ മുതൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സോണിനെ. അപ്പോൾ ഈ സോണിൽ നിന്ന് എങ്ങനെയാണ് ഇനി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് പ്രൈസ് ബൗൺസ് ചെയ്തു, ഇവിടുന്നും ഇതൊരു ചെറിയ രീതിയിൽ ഇവിടെ ഒന്ന് പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലെവലായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഇതിന് താഴേക്ക് വന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്തതോടുകൂടി അപ്പോൾ ഈ ഒരു ലെഗിൻ്റെ അവസാന ഭാഗത്ത് ഫോം ചെയ്ത്, അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രൊസീഡിങ് മൂവിൻ്റെ ഇവിടെ പ്രൊസീഡിങ് മൂവ് എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പ് മൂവ്, ഈ അപ്പ് മൂവിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഫാള്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഈ ക്യാൻഡിലുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് തന്നെ ആയിരിക്കും ഈ ഒരു ഫാള് മുതൽ ഒക്കെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ വലിയ സോളിഡ് ആയിട്ടുള്ള ഈ ക്യാൻഡിലുകൾ. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ക്യാൻഡിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ തന്നെ അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഏരിയയിൽ ഈ സോണിൽ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഇനി നമ്മൾ പിറകിലേക്ക് പോയാലൊക്കെ ഈ കൺസെപ്റ്റ് എല്ലായിടത്തും ഇത് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു സോണിൽ ഇവിടെയും നമ്മൾ സംഭവിക്കുന്നത് കുറച്ച് തവണ പ്രൈസ് ഇവിടെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു റാലി അപ്പ് റാലിക്ക് ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രൈസ് കയറുന്നു. അപ്പോൾ അങ്ങനെ പ്രൈസ് കയറിയത് കൊണ്ട് തന്നെ കയറിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് താഴേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ടോപ്പ് മുതൽ താഴെ വരെയുള്ള ഒരു ഭാഗം ആ മൂവ്മെൻറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻറ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് എങ്ങനെയാണ് ഈ ഏരിയ റെസ്പെക്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കുക. നമ്മളിപ്പോൾ ഈ വരച്ച ആ ഒരു ക്യാൻഡിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ക്യാൻഡിലിൻ്റെ ടോപ്പൊന്ന് ബോട്ടത്തിലേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത് മനോഹരമായിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന് ഇത് ശരിക്കും റെസ്പെക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ മാനിപ്പുലേഷൻ ആക്ച്വലി അവിടെ പ്രീവിയസ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലാണ്, അതിനുശേഷം ഇവിടുന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലും കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. മിറ്റിഗേഷൻ എന്താണെന്നുള്ളത് നമ്മളിതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫാള് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ളൊരു ഫാള് കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ബോട്ടത്തിൽ എന്ത് സംഭവിച്ചു, ഇവിടെ ഈ ഒരു സോണിലാണ്. അപ്പോൾ ആ ബോട്ടത്തിൽ അല്ലെങ്കിൽ ടോപ്പിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫാളിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്
ഇവിടെ ആൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ഒരു സോണ് നമ്മളൊരു മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മളിവിടെ ഇത്തരം ഒരു ഏരിയയിലൊക്കെ നമ്മളൊരു സോണായിട്ട് മാർക്ക് ചെയ്താൽ ഈ സോണിന് താഴേക്ക് പ്രൈസ് വന്ന് തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇതേ പറഞ്ഞ് ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഈ ക്യാൻഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ ഏരിയകളിൽ പ്രൈസ് തിരിച്ച് എത്തുകയാണെങ്കിൽ ആ ഭാഗത്തെ പ്രൈസ് ആക്ഷനെ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ രണ്ട് അടുപ്പിച്ച് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് പിന്നീട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തൊരു ഭാഗത്തിന് ഇവിടെ കാര്യമായി റെസ്പെക്റ്റ് ഒന്നും ചെയ്യാതെ ഒരു ചെറിയ ബൗൺസ് മാത്രം വന്നതിന് ശേഷം പ്രൈസ് താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ വീണ്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിനെ അതിനെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളെ അവിടെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ മൊത്തം എൻ്റയർ ഈ സോണെല്ലാം, ഈ ഏരിയ എല്ലാം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പ്രൈസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു സോൺ വളരെയധികം പ്രധാനപ്പെട്ടൊരു സോണായിട്ട് വർക്ക് ചെയ്യും. ഇനി അങ്ങോട്ട് താഴേക്ക് പ്രൈസ് വരുമ്പോൾ, ഇനി പ്രൈസ് ഇങ്ങോട്ട് വരുന്നൊരു കണ്ടീഷൻ ഉണ്ടായാൽ പ്രൈസ് ഇങ്ങോട്ട് വരുമോ മുകളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡലിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രൈസിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ കുറേയധികം തവണ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ആയിട്ട് കാണും. അപ്പോൾ ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് പിന്നീട് അപ്പോൾ ആളുകൾ അടുത്ത തവണ ഇത് എന്തായാലും മുകളിലേക്ക് കയറുന്നൊക്കെ കരുതിയിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇതുപോലത്തെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നു, പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ കുറേ ആളുകൾ ബൈ സൈഡിൽ നിൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ കുറേ ആളുകളെ ബൈ സൈഡിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഈ ഫാള് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രൊസീഡിങ് മൂവ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്യാൻഡിലാണ്, ഈ ഒറ്റ സിംഗിൾ ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിലാണ്. അത് കുറച്ചും കൂടെ ഈ പ്രീവിയസ് ക്യാൻഡിലുകൾ നിങ്ങളിതിൻ്റെ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ 1 മിനിറ്റിലാണ്. 5 മിനിറ്റിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 2 3 ക്യാൻഡിലുകൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ ഭാഗത്തെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ ഇവിടുന്ന് പ്രൈസ് കയറിയിട്ട് നിലവിൽ പ്രൈസ് ആ ഒരു സോണിൽ മുന്നോട്ട് പോകുമ്പോൾ എത്തിയിട്ടില്ല, പ്രൈസ് ഇപ്പോൾ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ പ്രൈസ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്ന ഏരിയകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലുകൾ നമ്മൾ കണ്ടെത്തിയ ഏരിയകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ പിന്നെ ആ ലെവലുകൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ 2 കൺസെപ്റ്റുകൾ ഒരേ സമയം വന്നുകൊണ്ട് ഇത്രയും ഏരിയയ്ക്ക് ഒന്നിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു സോൺ ഒന്നിച്ച് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഇതിനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ എൻട്രി, നിങ്ങൾ പ്രൈസ് ഇവിടെ വരെ എത്തിയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാനുള്ള സോണായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസിനെ നിങ്ങളുടെ ഡയറക്ഷൻ തീരുമാനിക്കാനുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് അതിനെ ഉപയോഗിക്കേണ്ടത് നിങ്ങളെ എൻട്രിക്കും അതുപോലെ എക്സിറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട്, ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൈസ് വന്നിട്ട് ഈ ഭാഗത്ത് റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് കൺക്ലൂഷനിലെത്താൻ പറ്റുക, എങ്ങനെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക? അവിടെ അത് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഇവിടുന്ന് പ്രൈസ് താഴേക്കാണ് എന്നതാണ് നിങ്ങളുടെ ഡയറക്ഷൻ എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച്
എടുക്കാൻ പറ്റിയ സോണായിട്ട് മാറുന്നത് ഇവിടുന്ന് സെല്ലിലേക്ക് നിൽക്കാനോ ഇവിടുന്ന് സെല്ലിലേക്ക് നിൽക്കാനോ ഒക്കെയുള്ള ഇവിടുന്ന് സെല്ലിലേക്ക് നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ വരിക. ഇനി നിങ്ങളുടെ ഡയറക്ഷൻ മാർക്കറ്റ് മുകളിലേക്കാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് എൻട്രി എടുക്കാനും ഇവിടുന്ന് എൻട്രി എടുക്കാനും ഒക്കെ ബൈ സൈഡിലേക്ക് എൻട്രി എടുക്കാനുള്ള സാധ്യതകളായിട്ട് മാറുന്നു. അപ്പോൾ ഡയറക്ഷൻ ഇതിൽ തീരുമാനിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എവിടെ നിന്ന് എൻട്രി എടുക്കണം എന്നുള്ളതും ഇപ്പോൾ ഇവിടുന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് ടാർഗറ്റ് വയ്ക്കാം എന്നുള്ള രീതിയിലേക്കും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ എടുക്കാൻ എങ്ങനെ തീരുമാനം എടുക്കാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോകളൊന്ന് കാണാം. എസ്പെഷ്യലി നമ്മുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്, ട്രെൻഡ് പ്രവചിക്കുക, നിഫ്റ്റിയുടെ ട്രെൻഡ് പ്രവചിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ ഷെയർ മാർക്കറ്റ് സീക്രട്ടിലെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഡയറക്ഷനിലേക്ക് എങ്ങനെ നിൽക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിടക്കുകയാണ് അല്ലേ. നിങ്ങളിങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 1 മിനിറ്റിലൊക്കെ നിങ്ങൾ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ മൊത്തം നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും വേണ്ട വളരെ ഫൈൻ ട്യൂൺ ചെയ്ത ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാൻഡിലുകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മുമ്പ് ചെയ്ത എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിലുകൾ പറയുന്ന വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ 30 മിനിറ്റിലൊക്കെ പോയിട്ട് വാല്യൂ ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, ആ വീഡിയോ പോയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ വാല്യൂ ഏരിയ എന്ന് പറയുന്ന ഏരിയ, ഒരു ഉദാഹരണത്തിന് വാല്യൂ ഏരിയ ഇവിടെയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് വാല്യൂ ഏരിയ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വാല്യൂ ഏരിയയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെയാണ് വാല്യൂ ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്തെന്ന് കരുതാം. ഇവിടെ എന്നിട്ട് ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഈ സോണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ വരച്ച ഇതൊരു വാല്യൂ ഏരിയ ആണെങ്കിൽ, ഞാനിത് ഒരു സെപ്പറേറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇത് ഒരു വാല്യൂ ഏരിയ ആണെന്ന് കരുതാം. ഓക്കെ, അതൊന്ന് കളർ ഒന്നിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ മാർക്ക് ചെയ്തുള്ള വാല്യൂ ഏരിയ ആണെന്ന് കരുതാം. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് മാർക്ക് ചെയ്ത വാല്യൂ ഏരിയ ആണ് ഇതെന്ന് കരുതാം. അപ്പോൾ ഈ വാല്യൂ ഏരിയൻ്റെ ഉള്ളിൽ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ താഴത്തെ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ, മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടിയ സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒന്നുണ്ട്. പിന്നെ നിങ്ങൾ അതേ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊരു വാല്യൂ ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുക. ഇത് വാല്യൂ ഏരിയ അല്ല കേട്ടോ. ആക്ച്വലി വാല്യൂ ഏരിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രീവിയസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റിലെ വീഡിയോ, പ്രീവിയസിലെ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഇത് ഒരു വാല്യൂ ഏരിയ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലകത്ത് കണ്ടോ ഒരു ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ ഏരിയയും കൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡബിൾ എഫക്റ്റാണ്, ഇത് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയിലും ഈ ഏരിയയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയുടെ ആ ബേസിക് ആ കൺസെപ്റ്റിൽ നിന്നും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും പരസ്പരം കണക്ട് ചെയ്ത് അതെല്ലാം സ്മാർട്ട് മണി കൺസെപ്റ്റുകളാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിലും അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ചെയ്ത ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ സ്മാർട്ട് മണി കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇതിനെല്ലാം ക്ലബ്ബ് ചെയ്തിട്ട് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൈസ് റീഡ് ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു 100% നടക്കാൻ പോകുന്നതാണ് എന്നുള്ള രീതിയിൽ ട്രേഡിന് അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഇതെല്ലാം പ്രോബബിലിറ്റി തന്നെയാണ്. ഇതിനെയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആക്ഷനുകളുണ്ടാവും. അപ്പോൾ ചാർട്ടിൽ പോയിട്ട് ഇതൊന്ന് അനലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്ന കൺസെപ്റ്റിൽ ഒരു ബേസിക് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റും കൂടെ വരും എപ്പിസോഡുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനായിട്ട് നമുക്കൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നമ്മുടെ ട്രേഡർ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ താഴെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സ്വിംഗ് ട്രേഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചില BTST ട്രേഡുകൾ അപൂർവമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഇൻട്രാഡേ ട്രേഡുകൾ, നിഫ്റ്റിയിലൊക്കെ ഉള്ള ട്രേഡുകൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ സെല്ലിങ് ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഓപ്ഷൻ സെല്ലിങ് നമുക്ക് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ 17 ട്രേഡ് ഷെയർ ചെയ്തതിൽ 16 ട്രേഡും
ടാർഗറ്റ് അച്ചീവ് ചെയ്ത ട്രേഡുകളാണ് ഓപ്ഷൻ സെല്ലിങ്ങിൽ. അപ്പോൾ ഡിസ്കോഡിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത ചില സ്റ്റോക്കുകൾ 130% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ ചിലത് 60%, 70% വരെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 15-16 ട്രേഡുകൾ നമ്മൾ തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഞാൻ പറയുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഉണ്ടോ എല്ലാം പ്രോഫിറ്റ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ട്രേഡുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡുകളാണ്. കഴിഞ്ഞ കുറേ ട്രേഡുകളിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ 2 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്വിങ്ങിലാണ് ഇതൊക്കെ, സ്വിങ് ട്രേഡുകളാണ്. 1 മാസം മുതൽ 3 മാസം വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകൾ. പിന്നെ പൊസിഷണൽ ട്രേഡുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1 ഇയർ വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന ട്രേഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള 1 ഇയറിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 100% റിട്ടേൺ ആണ്. ചിലതൊക്കെ ഇപ്പോൾ നമുക്ക് 3 മന്ത് കൊണ്ടൊക്കെ കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഒന്ന് റീട്രേസ് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് റീട്രേസ് ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണ് വിചാരിക്കും. ഇതെല്ലാം ഈ പ്രോഫിറ്റ് കാണുന്നതൊക്കെ നമ്മളവിടെ പ്രോഫിറ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്താണ്, സജസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ നമ്മുടെ ട്രേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക്, പിന്നെ അത് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ സ്വിംഗ് ട്രേഡുകളൊക്കെ പിക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട് നമുക്ക്. അതും പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അതും കണ്ടുകൊണ്ട് ഗ്രാജുവലി ഇത് പഠിക്കുകയും ചെയ്യാം. ഒരു മാസത്തിൽ ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് മെമ്പർഷിപ്പ് എടുക്കേണ്ട താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ മെൻറ്റർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ID ഉണ്ട്, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം. 1-on-1 മെൻറ്റർഷിപ്പാണ് സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഔട്ട് ഓഫ് ദ സിലബസ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡുമായിട്ട്, അതായത് ഇതേ കൺസെപ്റ്റിൻ്റെ 2ാമത്തെ പാർട്ടുമായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡലിൻ്റെ 2ാമത്തെ പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.